കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സുധീഷും സുഭാഷും ഹരീഷും നികേഷും നിധിയും ഭാസ്കരനും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് തോമസ് ചേട്ടൻ വരുന്നുണ്ട്. അങ്ങനെ തോമസ് ചേട്ടൻ വന്നുകൊണ്ട് സുഭാഷിനോട് ചോദിക്കുകയാണ്, ഇവിടെ സുധീഷ് ഇല്ലേന്ന്. അപ്പോൾ സുധീഷ് പറയും, ഞാനിതാ ഇവിടെ ഉണ്ട് എന്ന് പറയണേ. അപ്പോൾ തോമസ് ചേട്ടൻ സുധീഷിനോട് പറയും, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറയണേ. അപ്പോൾ സുധീഷ് ചോദിക്കും എന്താണെന്ന്. അപ്പോൾ സുധീഷിന് പെട്ടെന്ന് പേടിക്കുകയാണ്, ഇനി പണത്തിനെ കുറിച്ചാണെന്നോ. അപ്പോൾ സുഭാഷ് പറയും, ഇവിടെ കയറി ഇന്ന് സംസാരിച്ചോളൂ എന്ന് പറയണ ആ സമയത്ത് തോമസ് ചേട്ടൻ പറയും, വേണ്ട, ഞങ്ങൾ പുറത്ത് നിന്ന് സംസാരിച്ചോളാം എന്ന് പറയണേ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് സുധീഷ് സുഭാഷിനോട് പറയും, സുഭാഷ് ചേട്ടാ ഞാനിപ്പോൾ വരാം, ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവർ പുറത്ത് ചെന്ന ശേഷം തോമസ് ചേട്ടൻ സുധീഷിനോട് ചോദിക്കും, എടാ നീ എൻ്റെ പണം എടുത്തിരുന്നോ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കും, ഏത് പണം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സുധീഷ് പേടിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടാവുക. അങ്ങനെ സുധീഷ് ചോദിക്കും, ഏത് പണം. അപ്പോൾ തോമസ് ഏട്ടൻ പറയും, ഞാൻ ഷെൽഫിൽ വെച്ചിരുന്നില്ലേ 5 ലക്ഷം രൂപ വണ്ടി വാങ്ങിക്കാനുള്ള പണം, അത്. അപ്പോൾ സുധീഷ് പറയും, ഞാൻ എടുത്തു എന്നാണോ തോമസ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ തോമസ് ഏട്ടൻ പറയും, നീ എടുത്തു എന്നല്ലേ ഞാൻ പറയുന്നത്, ഞാൻ പണം എവിടെയാണ് വെച്ചത് എന്ന് നീയല്ലേ കണ്ടത്, ഞാൻ പണം വെക്കുന്ന സമയത്ത് നീയല്ലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും, നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിച്ചോ, എന്താ നിങ്ങൾ ഇത് ചോദിക്കാനായിട്ട് ഈ പാതിരാത്രി വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. ഞാൻ പണമൊന്നും എടുത്തിട്ടില്ല, എന്നെ നിങ്ങൾ കള്ളനാക്കാൻ നോക്കുകയാണ്. എത്രയോ വർഷങ്ങളായി നിങ്ങളുടെ ട്രാവൽസിൽ ഞാൻ ജോലിക്കാരനായിട്ട്, എന്നിട്ട് എന്നെ നിങ്ങൾ കള്ളനായിട്ട് കാണുകയാണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് തോമസ് ഏട്ടൻ പറയുകടാ, അങ്ങനെയൊന്നുമല്ല, നീയാണല്ലോ ഞാൻ പണം വെക്കുന്ന സ്ഥലവും എല്ലാം കണ്ടിരുന്നു. ആ സമയത്ത് നിനക്ക് പണത്തിനും ആവശ്യമുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചതാ. ഞാൻ ഓഫീസ് മൊത്തം തിരഞ്ഞു, അവിടെ എവിടെയും കാണാനില്ലെന്ന് പറയുകയാണ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് തോമസ് ഏട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് സുധീഷിൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആരുടെടുത്തെങ്കിലും 5 ലക്ഷം രൂപ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. അവരെല്ലാവരും പറയുന്നുണ്ട്, ആരുടെടുത്തും 5 ലക്ഷം രൂപയില്ല, ഇത്രയും പണം എവിടെ നിന്നാ എന്നൊക്കെ പറയാണ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം സുധീഷ് ഇങ്ങനെ ട്രാവൽസിലോട്ട് വരികയാണ്. അങ്ങനെ പേടിച്ചുകൊണ്ടായിരിക്കും സുധീഷ് ട്രാവൽസിലോട്ട് വരുന്നത്. അങ്ങനെ ട്രാവൽസ് വരുന്ന സമയത്ത് തോമസ് ഏട്ടനും അവിടെയുള്ള സ്റ്റാഫുകളെല്ലാവരും അവിടെ ഉണ്ടാകും. അങ്ങനെ സുധീഷ് ചെന്ന് തോമസ് ഏട്ടൻ എന്ന് വിളിക്കുന്ന സമയത്ത് തോമസ് ഏട്ടൻ ദേഷ്യത്തിലായിരിക്കും സുധീഷിനെ നോക്കുന്നുണ്ടാവുക. അങ്ങനെ സുധീഷിനോട് ചോദിക്കും, നിന്നോട് ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചതല്ലേ, നീ എടുത്തോ പണം എന്ന്. അപ്പോഴും സുധീഷ് പറയും, ഞാൻ എടുത്തിട്ടില്ല തോമസ് ഏട്ടാ എന്ന്. അങ്ങനെ തോമസ് ഏട്ടൻ്റെ ഫോൺ എടുത്തുകൊണ്ട് സുധീഷിനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതെന്താടാ എന്ന്. അങ്ങനെ ഫോണിൽ കാണുന്ന ദൃശ്യം സുധീഷ് പണം എടുക്കുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞ വീഡിയോ ആയിരിക്കും. ഇത് കണ്ട സുധീഷ് ആകെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സുധീഷിനോട് പറയും, നിന്നോട് ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചതല്ലേടാ, നീ എടുത്തിരിക്കുന്നോ പണം എന്ന്. ആ സമയത്ത് നീ സത്യം ചെയ്ത് എന്നോട് പറഞ്ഞില്ലേടാ പണം എടുത്തിട്ടില്ലെന്ന്. നിന്നെ എൻ്റെ അനിയനെ പോലെ ഞാൻ സ്നേഹിച്ചത്, ഇവിടെയുള്ള ഒരു സ്റ്റാഫിനെ പോലും ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടില്ല, നിന്നെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. എന്നിട്ട് പോലും നീ ഈ തെറ്റ് ചെയ്തു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ പണം എനിക്ക് വണ്ടി വാങ്ങിക്കാനുള്ള അഡ്വാൻസ് ആണെന്ന്, എന്നിട്ട് നീ എന്നോട് ഈ ചതി ചെയ്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഏട്ടൻ പുറത്തോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ പുറത്ത് ചെന്നതിന് ശേഷം തോമസ് ഏട്ടൻ ഒരു ഫോൺ എടുത്ത് വിളിച്ച് പിന്നീട് അകത്തോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ സുധീഷ് തോമസ് ഏട്ടനോട് പറയുന്നുണ്ട്, തോമസ് ഏട്ടൻ ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയണേ. അപ്പോൾ തോമസ് ഏട്ടൻ പറയും, നിന്നോട് ക്ഷമിക്കാനോ, ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് നിന്നോട് ചോദിച്ചപ്പോൾ നീ അത് പറഞ്ഞില്ല എന്ന് പറയുകയാണ്. നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മക്കളെക്കാട്ടി കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, എന്നിട്ട് നീ എന്നോട് ചെയ്തത് എന്താണെന്ന് പറയണം. ആ സമയത്താണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നത്. അങ്ങനെ പോലീസ് വന്നതിന് ശേഷം തോമസ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, ആരാ എന്നെ ഇവിടെ നിന്ന് കോൾ ചെയ്തല്ലോ, ആരാണതെന്ന് ചോദിക്കണം. ആ സമയത്ത് തോമസ് ഏട്ടൻ പറയുന്നുണ്ട്, ഞാനാണ് സാറിനെ വിളിച്ചത് എന്ന് പറയണം. പോലീസ് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, ഇത് ഒരു ട്രാവൽസ് അല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ തോമസ് ഏട്ടൻ പറയും, അതെ സാറേ, ഇതെൻ്റെ ട്രാവൽസാണ്, എന്താ ഇവിടെ സംഭവം, എന്തെങ്കിലും പ്രശ്നമുണ്ടായി ചോദിക്കുകയാണ്. ആ സമയത്ത് തോമസ് ഏട്ടൻ പറയും, ആ സാറേ പ്രശ്നമുണ്ടായി,
എൻ്റെ 5 ലക്ഷം രൂപ ഈ നിൽക്കുന്നവൻ എടുത്തു എന്ന് പറയണേ. എന്താ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പോലീസ്. അതെ സാറേ, ഇവന് എൻ്റെ 5 ലക്ഷം രൂപ എടുത്തു. ഇവനോട് ഞാൻ ചോദിച്ചതാ എടുത്തോ എന്ന്. ആ സമയത്ത് അവൻ പറഞ്ഞു എടുത്തിട്ടില്ലെന്ന്. പിന്നീട് ഞാൻ CCTV ക്യാമറ ചെക്ക് ചെയ്ത സമയത്ത് ഇവനാണ് എടുത്തതെന്ന് എനിക്ക് തെളിയുകയുണ്ടായി. അങ്ങനെ തോമസേട്ടൻ്റെ ഫോണിലുള്ള CCTV വീഡിയോ പോലീസിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് സുധീഷിനോട് ചോദിക്കുകയാണ്, നീയാണോടാ പണം എടുത്തതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പേടിച്ചുകൊണ്ട് സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി.